27 നക്ഷത്രങ്ങളാണ് നമ്മൾ കണക്കാക്കി വരുന്നത്. 27 നക്ഷത്ര മേഖലകൾ. ചന്ദ്രന്റെ സ്ഥാനമാണ് ശരിക്കും ഈ നക്ഷത്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ നോക്കൂ, ആകാശത്തിലെ എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി നക്ഷത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ജ്യോതിശാസ്ത്രത്തിലെ പഞ്ചാംഗത്തിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇന്ന് കുട്ടി ജനിക്കുമ്പോൾ ഈ ഭൂമിയിലേക്കൊരു കുട്ടി പിറന്നു വീഴുന്ന സമയത്ത് ചന്ദ്രൻ ഇന്ന ദിക്കിലാണ്, ആകാശത്തിന്റെ ഇന്ന ഭാഗത്താണ് സഞ്ചരിക്കുന്നത് എന്നാണ് സത്യത്തിൽ അടയാളപ്പെടുത്തുന്നത്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി സംസ്കൃതം അധ്യാപിക, അതിലുപരി ജ്യോതിഷം, 4 നൂറ്റാണ്ടോളം ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ശാരദ ടീച്ചർ, ശാരദ അന്തർജനം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഈ നക്ഷത്രദോഷം എന്ന് പറയുന്നതിനകത്ത് സാധാരണ ജ്യോതിഷന്മാരുടെ കാറ്റഗറിയിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, ഏത് പാദത്തിൽ ജനിച്ചാലും ദോഷങ്ങളുണ്ടെന്ന് പറയുന്നു. ശരിക്കും ഏത് പാദത്തിലാണ് ദോഷമുള്ളത്, ഇല്ലാത്തതെന്ന് പറയാമോ? അതെ, നമ്മൾ ഈ വിഷയം പറയുമ്പോഴേ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ ജനന കാരണം തുടങ്ങി നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അത്ര ആഴത്തിൽ നിന്ന് നമ്മൾ എടുക്കണില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും നമ്മൾ നക്ഷത്രങ്ങളെ കണക്കാക്കേണ്ടത് പഞ്ചാംഗം പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. വളരെ പ്രധാനമായിട്ട് പഞ്ചാംഗ ഫലങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പഞ്ചാംഗങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ 27 നക്ഷത്രങ്ങളാണ് നമ്മൾ കണക്കാക്കി വരുന്നത്. 27 നക്ഷത്ര മേഖലകൾ. ചന്ദ്രന്റെ സ്ഥാനമാണ് ശരിക്കും ഈ നക്ഷത്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ നോക്കൂ, ആകാശത്തിലെ എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി നക്ഷത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഇല്ലേ? ഇതിൽ ഓരോ നക്ഷത്രങ്ങളും എടുത്ത് നമുക്കിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും സാധിക്കാത്ത അത്രയുമുണ്ട്. അപ്പോൾ ആ നക്ഷത്രത്തെ ഉദ്ദേശിച്ചിട്ടല്ല ജ്യോതിശാസ്ത്രത്തിലെ പഞ്ചാംഗത്തിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. ഈ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രന്റെ പൊസിഷനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് നമ്മൾ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ 27 നക്ഷത്ര മേഖലകളാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 27 നക്ഷത്ര മേഖലകളിൽ എവിടെയാണ് ചന്ദ്രന്റെ പൊസിഷൻ, ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്ന നക്ഷത്രം, അശ്വതി നക്ഷത്രം, ചന്ദ്രൻ അശ്വതി നക്ഷത്ര മേഖലയിലാണെങ്കിൽ ആണ് നമ്മൾ ഇന്ന് അശ്വതിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇന്ന് കുട്ടി ജനിക്കുമ്പോൾ ഈ ഭൂമിയിലേക്കൊരു കുട്ടി പിറന്നു വീഴുന്ന സമയത്ത് ചന്ദ്രൻ ഇന്ന ദിക്കിലാണ്, ആകാശത്തിന്റെ ഇന്ന ഭാഗത്താണ് സഞ്ചരിക്കുന്നത് എന്നാണ് സത്യത്തിൽ അടയാളപ്പെടുത്തുന്നത്. അല്ലാതെ മറ്റേ നക്ഷത്രത്തെ അല്ല, ആകാശത്തിൽ നമ്മൾക്ക് തിളങ്ങിക്കാണുന്ന ടിങ്കിൾ ടിങ്കിൾ എന്ന് പാടുന്ന ആ നക്ഷത്രത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഈ 27 നക്ഷത്രങ്ങളിൽ മാത്രമേ എല്ലാ മനുഷ്യരും ഇവിടെ പിറവി കൊള്ളുന്നുള്ളൂ. അപ്പോൾ അല്ലേ, ഇതിൽ ഏതിലെങ്കിലും വന്നേ ഒക്കുള്ളൂ. അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പം അത്ത നക്ഷത്രത്തിൽ ജനിച്ചാൽ, അതുപോലെ പൂരാട നക്ഷത്രത്തിൽ ജനിച്ചാൽ ഒക്കെ പാദദോഷമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ വിചിത്രമായിട്ട് തോന്നാറുണ്ട്. ഒരു സർജറി ഒക്കെ വേണ്ട സമയത്ത് ഡോക്ടർമാർ പോലും നിർദ്ദേശിക്കാറുണ്ട്, നിങ്ങൾ നക്ഷത്രം നോക്കിയിട്ട് വരും, അതിനനുസരിച്ചിട്ട് നമുക്ക് സർജറി ചെയ്യാമെന്ന്. ഒന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്കൊരു ജാതകം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു കുട്ടി പിറന്ന, ഫാമിലി എന്നുള്ളതും വേണമെങ്കിൽ വിട്ടേക്കാം, ഭൂമിയിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകത്തെ, ഗ്രഹസ്ഥിതി, ആ ജനിച്ച സമയത്തെ രാശി, ഗ്രഹനിലകൾ, ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള തലമുറകളെ കുറിച്ചിട്ടും പിന്നോട്ടുള്ള തലമുറകളെ കുറിച്ചിട്ടും നമുക്ക് ഈ ഒരു ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കുട്ടി ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഏത് സമയത്ത് ജനിച്ചു കഴിഞ്ഞാലും ഇതിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഉരുത്തിരിച്ച് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും സാധിക്കുന്ന ദൈവജ്ഞന്മാർ ഇന്ന് അപൂർവമായിട്ടേ ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ ഈ പാദദോഷമുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ സാധാരണ സമ്പ്രദായത്തിൽ പറയുന്നത് കാലുള്ള നക്ഷത്രം എന്നാണ് പറയാറ്, അല്ലെ? കാലുള്ള നക്ഷത്രം അങ്ങനെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ
കാലുള്ള നക്ഷത്രമായാലും കാലില്ലാത്ത നക്ഷത്രമായാലും ഈ ഒരു കുട്ടിയുടെ ജാതകം വെച്ചിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഭാവി ഫലം എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് എന്താണ്, അമ്മയുടെ ഫലം എന്താണ്, ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അതുപോലെ ഇവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളുടെ അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ, ഇയാളുടെ സ്വന്തം കാര്യം ഉറപ്പായിട്ടും ജാതകം കൊണ്ട് പറയാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ജാതകം വെച്ചിട്ട് ഇത് വെച്ച് പറയാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ്. കാരണം ഒരു കുട്ടിയുടെയും ദോഷം, ഒരു കുട്ടി ജനിച്ചതിൻ്റെ ദോഷം ഒരു കാരണവശാലും അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ജനിച്ച ഒരാൾക്കും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയുമാണ് ആദ്യം ജനിച്ചത്, അമ്മാവന്മാരാണ് ജനിച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. ഈ അച്ഛനും അമ്മയും ബന്ധുക്കളും അമ്മാവന്മാരായാലും ആരായാലും ഇവർക്കൊക്കെ ഓരോ ജാതകം ഉണ്ടായിരിക്കുമല്ലോ. അത് വച്ചിട്ട് ഇന്ന പ്രായത്തിൽ ഇന്ന കാലത്തിൽ ഇവർക്ക് നല്ലതാണോ ചീത്തയാണോ, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇനി രോഗാവസ്ഥയായാലും ആരോഗ്യാവസ്ഥയായാലും മൃത്യുവായാലും അതിജീവനമായാലും സമ്പൽ സമൃദ്ധിയായാലും എന്തും ഇവരുടെ ജാതകവശാൽ ഇന്നതാണ് എന്ന് നേരത്തെ തീരുമാനിച്ച് വച്ചിട്ടുണ്ട്. ഇതിന് അനുസൃതമായിട്ടാണ് അടുത്ത ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാതെ അതേ സമയത്ത് ഈ കുട്ടിയുടെ ജാതക ദോഷങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അതിലും മുതിർന്ന കാരണവന്മാരോ ചെയ്തിരിക്കുന്ന ദോഷമോ ഗുണമോ ആയിക്കോട്ടെ, അതിൻ്റെ പങ്ക് പറ്റാൻ അടുത്ത തലമുറയിൽ ജനിക്കുന്നവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സമ്പ്രദായ പ്രകാരം പൂർവജന്മം എന്ന് പറയുന്ന ആ സിദ്ധാന്തം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എത്ര നിഷേധിച്ചാലും മുൻജന്മം എന്നുള്ളതിന് മുൻജന്മത്തിലെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഈ ജനനം എവിടെ വേണം, ഏത് സമയത്ത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇത് ഉപചിതമന്യജന്മനി ശുഭാശുഭം തസ്യ കർമ്മണ പക്തിം വ്യഞ്ജയതി ശാസ്ത്രമേതത് എന്നാണ്. ഈ ശാസ്ത്ര പ്രയോജനം എന്ത് എന്നുള്ള ചോദ്യത്തിന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ശുഭമോ അശുഭമോ പുണ്യമോ പാപമോ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിശ്ര രൂപത്തിലോ ഉള്ളതായിട്ടുള്ള കർമ്മത്തിൻ്റെ പക്തിയെ, നെല്ലിൽ നിന്ന് അരി ഉണ്ടാക്കി അത് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് വേവിച്ച് പാകപ്പെടുത്തി ആണ് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു വിഭവമാക്കി വിളമ്പാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് പോലെ പൂർവ്വജന്മത്തിലെ കർമ്മം എന്ന് പറയുന്നത് ഈ നെല്ലിൻ്റെയോ അരിയുടെയോ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതിനെ എവിടെന്നോ പാകപ്പെടുത്തുന്നുണ്ട്. ആ പാകപ്പെടുത്തിയത് അനുഭവിക്കാനാണ് ഈ ജന്മം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ഈ ജനനത്തിൻ്റെ രഹസ്യങ്ങൾ വരുന്നത്. അപ്പോൾ പൂർവികർ ചെയ്തിരിക്കുന്ന ശുഭമോ പാപമോ എന്തുമായിക്കോട്ടെ, ഇയാൾക്ക് കൂടി അത് അനുഭവിക്കാൻ പാകത്തിനുള്ള കർമ്മമായിരിക്കണം ഇയാൾ മുൻജന്മങ്ങൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാകമായിട്ടുള്ള അതല്ലെങ്കിൽ കൃത്യമായി ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഫാമിലിയിലേക്കായിരിക്കാം ഈ കുട്ടിയുടെ ഇയാൾ അല്ലെങ്കിൽ ഈ ആത്മാവ് അടുത്ത ഒരു ജനനത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത് ഭൂമിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഓർമ്മയുണ്ടാകുന്നില്ല എന്നാണ്. അതുവരെ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മ ഉണ്ടാകുന്നതാണ് അതേക്കുറിച്ച് അറിവുള്ള ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ജനനത്തിന് ശേഷവും ഇനി അതായത് ആ ആത്മാവിന് എങ്ങോട്ടേക്കാണ് ഇനി യാത്ര ചെയ്യേണ്ടത്, എന്തെല്ലാം ആണ് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നെഗറ്റീവ് ഭാഗം മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. നല്ലതോ ചീത്തയോ ഏതുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്തേണ്ടത്, അതിനനുഗുണമായിട്ടുള്ള അച്ഛനമ്മമാരെ ഈ ആത്മാവ് തന്നെ സെലക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ആത്മാവിനെ സെലക്ട് എവിടെ ജനിക്കണം, ഏത് അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഏത് പിതാവിൻ്റെ ഭ്രൂണത്തിൽ നിന്ന്, ഇതൊക്കെ ഈ ആത്മാവ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജനനം എവിടെ വേണം എന്നുള്ളത് തീരുമാനമാകുന്നത്. അപ്പോൾ ഒരു ബന്ധവും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്
കാണാറുണ്ട്. ആ ഫാമിലിക്ക് ഒരു കണക്ഷനും ഇല്ലാത്ത പല മേഖലയിലേക്കും അവിടുത്തെ അടുത്ത തലമുറക്കാർ സഞ്ചരിച്ചെത്താറുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ ജനിച്ച് ഇന്ന അനുഭവങ്ങളൊക്കെ സ്വാംശീകരിച്ചാലാണ് അയാൾക്ക് അങ്ങോട്ടേക്കുള്ള ഒരു പാത, ഒരു മാർഗം തുറന്നു കിട്ടുക എന്ന് ജനനത്തിൻ്റെ തൊട്ടു മുന്നേ തന്നെ ആ ആത്മാവിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജനനം സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടി ജനിച്ചത് കൊണ്ട്, പുരാട നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഈ ജനനത്തോടു കൂടി ഇതിനെ മുഴുവനും മാറ്റിമറിക്കാമെങ്കിൽ എത്ര രസകരമാണ് ഇവിടുത്തെ അല്ലേ. ആ സമയത്തെ ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു നക്ഷത്രം നോക്കിയിട്ട് നമുക്കങ്ങ് കീറി മുറിച്ച് കുഞ്ഞിനെ എടുക്കാം എന്നൊരു തീരുമാനമായി കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നിയമം തന്നെ മാറി മറിഞ്ഞില്ലേ. ഒരിക്കലും കുട്ടിയുടെ ജനനമല്ല അച്ഛനമ്മമാരുടെ ആയുസ്സിനെയോ ആരോഗ്യാവസ്ഥയെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെ സൽഗതിയെയോ ഒന്നും നിശ്ചയിക്കുന്നത്. ഇവരുടെയൊക്കെ ജാതകങ്ങൾ നേരത്തെ, അല്ലെങ്കിൽ ഇവരൊക്കെ ഇന്നതൊക്കെയാണ് അനുഭവിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ തീരുമാനമായിരിക്കുന്ന കാര്യമാണ്. അത് ഈ വ്യക്തിയുടെ ജാതകം നോക്കിയിട്ട് പറയുവാൻ സാധിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അർത്ഥത്തിൽ ജനിച്ചുവോ പുരാണത്തിൽ ജനിച്ചുവോ എന്നുള്ളതൊന്നും, അല്ലെങ്കിൽ തൃക്കേട്ടയിലാണോ അശ്വതിയിലാണോ, ഇതൊന്നും ഓർത്ത് ഒരു വ്യാകുലതയും വേണ്ട. അവനവൻ്റെ കർമ്മങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു ദോഷവും ബാധിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ഈശ്വരാധീനം എന്ന് പറയുന്ന ഒരു കവചം എപ്പോഴും സൃഷ്ടിച്ചു വച്ചേക്കുക. ഈശ്വദൈവാധീനം എന്ന് പറയുന്നത് അതുണ്ടായാൽ ഇതൊന്നും ഒരു ദോഷവുമല്ല. പുരാടത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും വളരെ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാരണം ഈ അറിവുള്ള ദൈവജ്ഞന്മാർ കൊടുക്കുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്. ഈ സാധാരണപ്പെട്ട രീതിയിൽ ഉണ്ടാകുന്ന ഭയപ്പെടുത്തലുകളാണല്ലോ. 1-ാം പാദം 2-ാം പാദം 3-ാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് പിന്നെ ജീവിതകാലം മൊത്തം കേൾക്കേണ്ടി വരും. അവരുടെ മനസ്സിനകത്തുണ്ടാവുന്ന ഒരു പേടി അവരുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നല്ല ദൈവജ്ഞന്മാർ ഇങ്ങനത്തെ നല്ല ഇൻഫർമേഷൻസ് കൊടുക്കട്ടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമ്മൾ ഈ പറയുന്ന ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ അടുത്ത ജന്മങ്ങളിൽ അനുഭവിക്കാതിരിക്കാൻ എല്ലാവർക്കും തിരിച്ചറിവ് വരട്ടെ. സന്തോഷമായി നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. നമസ്തേ.